مرحبا أهلا وسهلا إلى قناة إيدوسفير يا أيها الطلاب. CBSE അറബിക് ക്ലാസ് 12-ന്റെ ബോർഡ് എക്സാം നാളെയാണ്. അപ്പം അതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഒരു മെഗാ മാരത്തോൺ ക്ലാസ്സിലാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ ക്ലാസ് ശ്രവിക്കുന്ന എല്ലാ കുട്ടികൾക്കും ആദ്യമായി നല്ലൊരു വിജയാശംസകൾ നേരുകയാണ്. എല്ലാവർക്കും എളുപ്പമായ എക്സാമായി തീരട്ടെ. നന്നായിട്ട് എഴുതി നല്ല സ്കോർ നേടിയെടുക്കാൻ എല്ലാവർക്കും സാധ്യമാവട്ടെ എന്ന് ആമുഖമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമുഖങ്ങളില്ലാതെ നമുക്ക് നേരിട്ട് നമ്മുടെ ഭാഗങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി നമ്മുടെ അറബിക്കിന്റെ കോഡ് വരുന്നത് 116 ആണ്, മറക്കരുത്. എക്സാം പേപ്പറിൽ നിങ്ങൾക്ക് എഴുതാനുണ്ടാകും, കോഡ് മറക്കരുത്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ 10th പോലെ തന്നെ ഫസ്റ്റ് പേജിൽ കാണുന്ന ഒരു ഭാഗമാണ് നോട്ട് എന്ന ഭാഗം. അതിൽ പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട് അറബിക്കിൽ എഴുതുക എന്ന് സ്പെഷ്യലി മെൻഷൻ ചെയ്ത ആൻസേഴ്സ് മാത്രം നിങ്ങൾ, ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് മാത്രം നിങ്ങൾ അറബിക്കിൽ എഴുതേണ്ടതുള്ളൂ. അല്ലാത്തല്ല നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഉറുദുവിലോ ഹിന്ദിയിലൊക്കെ എഴുതാം എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇനി നേരെ സെക്ഷൻ എയിലേക്ക് പോവാണ്. 10th ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് അൺസീൻ ഭാഗങ്ങളെ ആണ് കൊടുത്തിട്ടുള്ളത്. അൺസീൻ പാസേജ് കൊടുത്തിട്ടുണ്ട്. കാരണം മുൻ വർഷങ്ങളിലൊക്കെ നമുക്ക് ABC 3 ഓപ്ഷൻസ് ഉണ്ടാവാറുണ്ട്. ഈ വർഷത്തെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് 2 പാസേജ് ആണ് കാണുന്നത്. 2 പാരഗ്രാഫ് കൊടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫിൽ ഇൻ ദി ബ്ലാങ്ക് ക്വസ്റ്റ്യൻ അല്ല, മറിച്ച് നോർമൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ ഒരു പ്രത്യേകത, അതിന്റെ ഓപ്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ പാരഗ്രാഫ് നോക്കാം. +2 ആയതുകൊണ്ട് തന്നെ ഹർക്കത്തുകളൊന്നും കൊടുത്തു കാണുന്നില്ല. 10th അപേക്ഷിച്ച് കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള സെന്റൻസുകൾ കാണുന്നുണ്ട്, പാരഗ്രാഫ് ആയിട്ടാണ് കാണുന്നത്. എന്നാൽ പോലും നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസുകളൊക്കെ നോക്കുന്ന സമയത്ത് ഓപ്ഷൻസ് കാണുന്നുണ്ട്. 4 ഓപ്ഷൻസ് അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു പ്ലസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടെത്താൻ സുഖമായിരിക്കും. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഭാഗത്ത് നമുക്ക് ഐന തഖഉ അൽ മദ്രസ എന്ന് കാണുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ ആ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് നമുക്ക് ഫിനായിൽ ഖാരിജി, ഫിത്വാബിക് സാനി, ഫിത്വാബിക്കൽ അവൽ മിൻ മബ്നി റഈസി, ഫിത്വാബിക്കൽ അഖീരി എന്നൊക്കെയുള്ള ഓപ്ഷൻസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഞാൻ ഒരെണ്ണം മാത്രം നോക്കുകയാണ്. വെർ ഈസ് ദ സ്കൂൾ ലൈബ്രറി ലൊക്കേറ്റഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അവിടെ ആക്ച്വലി. അപ്പം തുഅ്തബറു മക്തബത്തു മദ്രസത്തി മക്കാനൻ റാഇയൻ യസ്മഉ ബൈന തഅല്ലുമി വൽ ഇസ്തിംതാഇ തഖഉൽ മക്തബ. അപ്പൊ ഫസ്റ്റ് ലൈനിൽ തന്നെ അതിന്റെ ഒരു അർത്ഥം, പിന്നെ അതിന്റെ ആ ക്വസ്റ്റ്യനിലുള്ള ടേം വരുന്നുണ്ട്. തഖഉൽ മക്തബത്തു ഫി ത്വാബിഖിൽ അവൽ മിനൽ മബ്നി റഈസി ലിൽ മദ്രസ. ഓക്കെ, അപ്പൊ മദ്രസയുടെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ അത് വരുന്നുണ്ട് എന്നൊരു ആൻസർ അവിടെ വരുന്നുണ്ട്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ഡയറക്റ്റ് ആയിട്ട് എടുക്കാവുന്ന രീതിയിൽ നമുക്ക് അവിടെ കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു 10 മാർക്ക് എല്ലാ കുട്ടികൾക്കും കിട്ടാവുന്നതേ ഉള്ളൂ. ഏതൊരു ലെവലിലുള്ള കുട്ടികൾക്കും ഈ ഒരു 10 മാർക്കാണുള്ളത്. 5 പാരഗ്രാഫിനും 5 വീതം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 5 വീതം ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കുന്നില്ല, കാരണം ഏകദേശം സിമ്പിൾ ആണ്. അതിന്റെ ആൻസേഴ്സ് ഒക്കെ ഞാൻ അടുത്ത നെക്സ്റ്റ് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ കൈഫ തുസ്തഖുൽ മക്തബത്തു അത്തുല്ലാബ അൽ ഹബ്ബിൽ വായനയുടെ ഇഷ്ടം വരാൻ വേണ്ടി കുട്ടികൾക്ക് ഏത് രീതിയിലുള്ള പ്രേരണകൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആൻസേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ഞാൻ ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. 4 ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് ഈ ഓപ്ഷൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷെ പണിയായിരിക്കാം കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇല്ലാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷെ കണ്ടെത്താൻ പ്രയാസമായിരിക്കും. ഇവിടെ ഡയറക്റ്റ് ആയി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആൻസേഴ്സും ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് റിസ്ക് വരുന്നില്ല. ഓക്കെ, ഇതേപോലെ ഓപ്ഷൻ ബി ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അതിന് ബേസ് ചെയ്തിട്ടും 5 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഞാൻ അതിന്റെ ഉദാഹരണം നോക്കിയോ. അൽ ഹസുബു ഹവാലത്തുൽ ഇലക്ട്രോണിയ ലഹാ ഖബലത്ത് ഇസ്തിഖ്ബാൽ ബയാത്തി മുആലജതിഹാ ഇലാ മഅലൂമത്തി ദാത്തി ഖീമത്തിൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സെന്റൻസ് ഇങ്ങനെ പോവാണ്. പാരഗ്രാഫ് പോകുന്നതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പുറത്ത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സെക്കൻഡ് ലൈനിലുണ്ട് സ്പെഷ്യലി അങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റായി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നേരെ ഡയറക്റ്റായി കിട്ടുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യനും ആൻസേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു 10 മാർക്സ് നമുക്ക് ഒരിക്കലും മിസ്സാവാതെ തന്നെ ഏതൊരു ലെവലിലുള്ള കുട്ടികൾക്ക് കിട്ടുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഓക്കെ, ഫസ്റ്റ് സെക്ഷൻ എ കഴിയാണ്.
ഇനി സെക്ഷൻ ബിയിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ കാണുന്നത് 10th ക്വസ്റ്റ്യൻ പേപ്പർ അതേ സ്ട്രക്ചർ ഒക്കെ തന്നെയാണ്, പക്ഷെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ലെറ്റർ റൈറ്റിംഗ് ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ അല്ല, മറിച്ച് 3 ക്വസ്റ്റ്യൻസിൽ അതിലൊരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ലെറ്റർ റൈറ്റിംഗ് എന്തായാലും എഴുതൽ അനിവാര്യമാണെന്നല്ല. ഒരു ചാപ്റ്റർ +2 ഒരു ചാപ്റ്റർ ലെറ്റർ റൈറ്റിംഗിന്റെ സ്ട്രക്ചറിലുള്ള അതിൽ അത് പിന്നെ അതിന്റെ ക്ലിയർ ആ ഒരു സ്ട്രക്ചർ പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്റർ ഉള്ളത് കൊണ്ട് ലെറ്റർ റൈറ്റിംഗ് കമ്പൽസറി ആയിട്ട് നമുക്ക് വരുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പം റൈറ്റ് എ ലെറ്റർ ഇൻ അറബിക് ടു എനി വൺ ഓഫ് ദി ഫോളോയിങ് ഓൺ ദി മെൻഷൻഡ് ടോപ്പിക്. 3 ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ മുൻ വർഷങ്ങളിലൊക്കെ ഒരു പക്ഷെ 2 ക്വസ്റ്റ്യൻസ് മാത്രം തന്നിട്ടുണ്ട്. എനിവേ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യന്റെയും മീനിങ് കൊടുത്തിട്ടില്ല. അപ്പൊ ഇതിൽ 3 ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്, പക്ഷെ 3ന്റെയും മീനിങ് കൊടുത്തിട്ടില്ല. ഞാൻ കൊടുത്താണ്, ഇവിടെ റെഡിലും ബ്ലൂവും കാണുന്നത് ഞാൻ കൊടുത്താണ്. ഓൾറെഡി താഴെ ഓർ കൊടുത്തിട്ടുള്ള റൈറ്റർ റിക്വസ്റ്റ് ടു എഡിറ്റർ ഓഫ് ന്യൂസ് പേപ്പർ ആസ്കിങ് ഹിം ടു പബ്ലിഷ് ദി ന്യൂസ് യു സെന്റ്. അപ്പം ആ ഒരു ക്വസ്റ്റ്യന്റെ മീനിങ് മാത്രമേ കാണുന്നുള്ളൂ, ബാക്കിയുള്ള ക്വസ്റ്റ്യന് മീനിങ് കാണുന്നില്ല. അത് ഹർക്കത്തിലാത്തത് കൊണ്ട് ഒരു പക്ഷെ കൺഫ്യൂഷൻ ആവാനൊക്കെ ചാൻസ് ഉണ്ടാവും, ഐഡിയ കിട്ടാൻ പ്രയാസമൊക്കെ ഉണ്ടാവാം. അപ്പം എന്തായാലും പിന്നെ ഫോർമൽ ലെറ്ററും വരുന്നുണ്ട്, ഇൻഫോർമൽ ലെറ്ററും വരുന്നുണ്ട്. ഫ്രണ്ട്, ഉപ്പ, മകൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ സർക്കിളുകളിലെ ഫാമിലി സർക്കിളിലെ ഫ്രണ്ട് സർക്കിളിൽ പെടുന്നവർക്കൊക്കെ വരുന്ന ലെറ്ററാണുള്ളത് ഇൻഫോർമൽ. അപ്പൊ ആ തരത്തിലുള്ളതുണ്ട്. പിന്നെ സ്കൂൾ പ്രിൻസിപ്പലിനും അല്ലെങ്കിൽ എഡിറ്ററിനും വരുന്ന ന്യൂസ് പേപ്പർ എഡിറ്ററിനൊക്കെ വരുന്നത് പോലെയുള്ള ഒഫീഷ്യൽ ഫോർമൽ ലെറ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസും കാണുന്നുണ്ട്. എനിവേ എന്തായാലും 2 ലെറ്റർ നമ്മൾ വരുന്നുണ്ട്. അപ്പൊ അതെന്തായാലും അതിന്റെ സ്ട്രക്ചർ നടന്നിരിക്കണല്ലാണ്. ഞാനിവിടെ ആക്ച്വലി സ്കൂൾ പ്രിൻസിപ്പൽ ലെറ്ററിന്റെ ഒരു ഭാഗമായിട്ടുള്ള അതിന്റെ ഒരു ടെംപ്ലേറ്റ്സ് കൊടുക്കുകയാണ് ഇവിടെ. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ത്വാലിബ് സഫ് കൊടുത്തിട്ടുണ്ട്, ഇല കൊടുത്തിട്ടുണ്ട്, മുദീരിൽ മദ്രസയിൽ മുഹ്തറം കൊടുത്തിട്ടുണ്ട്, സലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മൗലൂ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ മെയിൻ കണ്ടന്റ് എന്താന്ന് പറയുന്നു. പിന്നെ ഒരു അവസാനത്തിലുള്ള ഹാത്തിമ അറിയും ക്ലാസിംഗ്. അപ്പൊ അതിനുശേഷം അസ്മ താരിഖം കൊടുത്തിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാം. പല രീതിയിലും ലെറ്റർ റൈറ്റിംഗിന്റെ സാധനം വരാറുണ്ട്. എന്നാൽ പോലും ഒരു കോമൺ സ്ട്രക്ചർ എന്തായാലും ഇതിൽ ഉണ്ടാവുന്നില്ല. നമുക്ക് എന്തായാലും അതിലേക്ക് പോവാം. ഞാൻ ഇവിടെ ഒരു ഫ്രണ്ടിൽ അയക്കുന്ന ലെറ്ററിന്റെ ഒരു സംഗതി കൊടുത്തിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യന്റെ ബേസ് ചെയ്തിട്ടുള്ള. അപ്പൊ ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു കോമൺ ഒഫീഷ്യൽ ലെറ്റർ ആകുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കുന്ന ഫോർമാൽ സംഭവങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് ഒരു ബസ്മല വേണം. ഓക്കെ, പിന്നെ ബയാനത്തിൽ മുർസൽ, അത് ആരാണ് അയക്കുന്നത്, മുർസലിന്റെ ഒരു ഡീറ്റെയിൽസ് വേണം, ആരാണ് അയക്കുന്നത്, ആരാണ് അയക്കുന്നത് എന്നുള്ള സംഗതി വേണം. ഓക്കെ, കുട്ടികളാകുമ്പോൾ ഏത് ക്ലാസ് ആണ്, അഡ്രസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് ഇസ്മുൽ മുർസലിലേക്ക് വേണം. റിസീവർ ആരാണ് റിസീവ് ചെയ്യുന്നത്, ഇല, അത് ചില മുതൽ മദ്രസ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ന്യൂസ് എഡിറ്റർ ആണെങ്കിൽ അങ്ങനെ, ആ ഒരു സംഗതികൾ വേണം. പിന്നെ തഹിയത്തും തയ്യിബത്തും മുബാറക്കത്തും സംഗതി ഉണ്ടാവാറുണ്ട്, അത് കൊടുക്കാം. അസ്സലാമു കൊടുത്തു വരുന്നാറുണ്ട്. ഓക്കെ, പിന്നെ അത് മൗലു എന്താണ്, എന്താ വിഷയം എന്നുള്ളത് കൊടുക്കണം. ഓക്കെ, പിന്നെ നസ്സു റിസാല എന്നാൽ അതിന് മെയിൻ ബോഡി പാർട്സ് ആണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ കത്ത് എഴുതുന്ന റീസൺ എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് അൽ ഹാത്തിമത്തു റസ്മി ഒഫീഷ്യൽ ഫോർമൽ ക്ലോസിംഗ് ആണ്. അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡ് നൽകുക, അതൊക്കെ എല്ലാ ഇതിലും കൊടുക്കാൻ പറ്റും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, സലാം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സംഗതിയാണ്. അപ്പൊ പേരും ഒപ്പും കൊടുത്ത് ലാസ്റ്റ് അവസാനിപ്പിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഇതാണ് ഒരു സ്ട്രക്ചർ. 8 സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്, ഒരു ഫോർമൽ ലെറ്റർ ഉണ്ടായിരിക്കേണ്ട സ്റ്റെപ്സ്. ഇനി ഇൻഫോർമൽ ലെറ്റർ ഉണ്ടായിരിക്കേണ്ട സ്ട്രക്ചർ നൽകി പിന്നെ ബസ്മല കൊടുത്തു, പിന്നെ ഡേറ്റ് ആൻഡ് പിന്നെ പ്ലേസ് കൊടുത്ത്, ആർക്കാണ് ഇല സുദീഖിയാണ്, ഇല്ലെങ്കിൽ വാലിദിയാണ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നു. പിന്നെ അതിനുശേഷം തഹിയത്തിന്റെ പേര് കൊടുക്കുന്നു, ഗ്രീറ്റിംഗ്സ് വേർഡ്. പിന്നെ സ്വാൽ തംഹീദിയ എന്നുള്ള സംഭവമുണ്ട്, അത് അതിലുണ്ടാവില്ല, ഫോർമൽ ഉണ്ടാവില്ല. ഇത് നമ്മളൊരു ഫ്രണ്ട്ലി ടോക്ക് നിലക്കുള്ള സംഭവമാണ്. എന്തൊക്കെയാണ് വിശേഷം, ഹലോ കഥമൻ, എന്തൊക്കെ ഒരു ബിഹൈർ, അപ്പൊ നീയും ഹാപ്പി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ഹാപ്പി ടോക്കാണ് ഫസ്റ്റ് വരുന്ന ഒരു ഫ്രണ്ട്ലി ഓപ്പണിംഗ് ലൈൻ. അതിനുശേഷം എന്തിനാണ് ഈ കത്ത് എഴുതുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു സംഗതി, ബോഡി പാർട്സ്. പിന്നെ ക്ലോസിംഗ് ഉണ്ടാകും, അതായത് നിന്റെ റീപ്ലൈ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ക്ലോസിംഗ് വേർഡ് ഉണ്ടാവും. പിന്നെ ഒരു അവസാനത്തില് ഇസ്മ ആരാണെന്നുള്ള രീതിയിൽ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തുള്ള രീതിയിലാണ് വരുന്ന ഒരു സംഗതി. ഇതാണ് ഒരു ഇൻഫോർമൽ ലെറ്ററിന്റെ ഒരു സ്ട്രക്ചർ എന്നുള്ളത്, ഓർഡർ. ഓക്കെ,
പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വരുന്നത് ചാപ്റ്ററിൽ പിന്നെ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് പിന്നെ എന്തില്ല 20 ചാപ്റ്ററിലെ എല്ലാ ചാപ്റ്ററിന്റെയും സമ്മറി വരുന്നുണ്ടാവില്ല. CBSE പറഞ്ഞു വെച്ച കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്, ആ ചാപ്റ്ററിന്റെ സമ്മറി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് എന്താണ് 50 വേർഡ്സിലാണ് നമുക്ക് സമ്മറി ചോദിക്കുന്നത്. സമ്മറി നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് വളരെ ഷോർട്ടായിട്ട് ആ ചാപ്റ്ററിന്റെ സമ്മറി നമ്മൾ എഴുതി പിടിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു 6-7 സെന്റൻസ് ഉണ്ടായാൽ തന്നെ അത്യാവശ്യം നമുക്കൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ചാപ്റ്റർ 2ന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഫവാദ് സഫരി വരി ഹലാത്ത് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിന്റെ സമ്മറി ചോദിച്ചിട്ടുണ്ട്. എന്താണ് ആ പാഠത്തിൽ മെയിൻ ആയിട്ട് പറഞ്ഞു വെക്കുന്നത് എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ തന്നെ ഈ ബോർഡിൽ കാണുന്ന പോലെ, സ്ക്രീനിൽ കാണുന്ന പോലെ ഉള്ള ഒരു സംഗതി മതി. എത്ര സെന്റൻസ് നോക്കിയാൽ 1 2 3 4 5 6 7 അല്ലെ, 6 7 പാസേജ് ചെറിയ പാരഗ്രാഫ് സെന്റൻസ് കൊടുത്താൽ തന്നെ നമുക്ക് അതിന്റെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നതാണ്. അതോടൊപ്പം അടുത്തത് ചാപ്റ്റർ 9 എന്നതിലെ ഒരു ചാപ്റ്ററിന്റെ സമ്മറി ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഹോളി ഖുർആൻ എന്നതാണ് ചാപ്റ്റർ. സിമ്പിൾ ആയിട്ട് ആ ചാപ്റ്ററിലുള്ള കണ്ടന്റ് കേട്ടോ എഴുതി ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത വിഷയം ചോദിക്കുന്നത് നമുക്ക് ഇതാണ്, എന്താണ് അൽ-ഉമമുൽ മുത്തഹിദ ചാപ്റ്റർ 14 ആണ്. യുണൈറ്റഡ് നാഷണൽ ചാപ്റ്റർ ഉണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു സമ്മറിയാണ് ചോദിക്കുന്നത്. അപ്പം ഈ സമ്മറി ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആ പാഠത്തിലെ മെയിൻ കണ്ടന്റ് കൺസൈസ് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിനുശേഷം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, 3 വിഷയം തരും. 3 വിഷയം തന്നിട്ട് അത് അൺസീൻ ടോപ്പിക്കാണ്, ഒരു എസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അത് കുറെ ഒന്നും എഴുതേണ്ടതില്ല. ഒരു 10-15 സെന്റൻസിന്റെ ഉള്ളിൽ നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. 15 വേണമെന്നില്ല, 12-13 എഴുതാൻ മാർക്ക് കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഈ വിഷയത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നമുക്ക് അതിലെ വിഷയങ്ങളൊക്കെ പക്ഷെ എന്താണ്, അതൊരു പേഴ്സണോ പേഴ്സൺ കുറവാണ്. പ്ലേസ് എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു പ്ലേസ് കാര്യമായി കാണുന്നുണ്ട്. ഒരു പക്ഷെ അത് മക്തബത്തുൽ മദ്രസ ആവാം, സ്കൂൾ ആവാം, ഹദീഖത്തുൽ ഹയവാനാത്ത് ആവാം, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലേസ് ബേസ് ആയിട്ടുള്ള സംഗതികൾ കാണുന്നുണ്ട്. ഏതെങ്കിലും മോണുമെന്റ്സിനെ കുറിച്ചാവാം. അപ്പൊ അതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് നമ്മൾ ലൈഫിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുള്ള ഒരു സംഗതി ഉണ്ട്. പിന്നെ നമ്മുടെ പബ്ലിക് ലൈബ്രറി വിസിറ്റ് ചെയ്യാൻ പോകുന്ന സംഗതി പറയുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയുടെ എന്താണ് ഇൻഫ്ലുവൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് വ്യത്യസ്തമായ വിഷയങ്ങളാണ്. ഇതിലെന്തായാലും പ്ലേസ് ആയിട്ട് സംഗതിയും വരുന്നുണ്ട്. പബ്ലിക് ലൈബ്രറി എന്നുള്ള സ്ഥലമാണല്ലോ. അപ്പൊ അതിന്റെ നമുക്ക് എപ്പോഴും പ്ലേസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് കോമൺ ടെംപ്ലേറ്റ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അപ്പൊ ഞാൻ പറയുന്ന പോലെ 10th സംഗതി നോക്കുമ്പോൾ നമുക്ക് പേഴ്സണൽ പ്ലേസ് സബ്ജക്റ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട്. മുൻ വർഷങ്ങളിൽ ജവ്വാലൊക്കെ ചോദിച്ചിട്ടുണ്ട്, കാറ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്നപോലെ പ്ലേസ് ചോദിക്കുമ്പോൾ നമുക്ക് ഈ പറയപ്പെട്ട സംഗതികളൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ബേസിക് ആണ്, സിമ്പിൾ ആയിട്ട് നമുക്ക് 10th കുട്ടികൾക്കും വരുന്ന രീതിയിൽ നമ്മൾ തയ്യാറാക്കി. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയ സെന്റൻസുകളൊന്നും വേണ്ട, വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ ഉപയോഗപ്പെടുത്തുക. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷിനെ അറബിയിലേക്ക് ആക്കുന്ന രീതിയിലുള്ള സെന്റൻസുകൾ, സിമ്പിൾ സെന്റൻസുകൾ ഹർക്കത്തിടാതെ തന്നെ എഴുതിക്കോളൂ. ഹർക്കത്തിട്ടാൽ ഒരുപക്ഷെ തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഹർക്കത്തിടാതെ തന്നെ എഴുതുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും അങ്ങനെ ഹർക്കത്തിടാത്തതാണ്. അതുകൊണ്ട് ഹർക്കത്തിടാതെ തന്നെ എഴുതുക. ഇപ്പൊ ഈ പറയപ്പെട്ട സ്ക്രീനിൽ കാണുന്ന സെന്റൻസിന്റെ കൂടെ കുറച്ച് സെന്റൻസിൽ കൂട്ടിയിട്ടിലേക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഈ പാരഗ്രാഫ് മേക്കിംഗിൽ അഹമ്മത്തുൽ വഖ്ത് ഫി ഹയാത്തിന. അപ്പോൾ ദ ഇമ്പോർട്ടൻസ് ഓഫ് ടൈം ഇൻ അവർ ലൈഫ് എന്നൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ചോദിക്കുന്ന സമയത്ത് 1 2 3 4 5 6 7 8 9 10 ഓക്കെ, ഒരു 10-12 സെന്റൻസ് 13 സെന്റൻസ് എഴുതുമ്പോൾ തന്നെ നമുക്ക് അതിലുള്ള മാർക്ക് കിട്ടുന്നുണ്ട് ആക്ച്വലി. ഓക്കെ, അപ്പം 100 വേർഡ് എന്നുള്ളതൊന്നും ആരും ഒരു 1 വേർഡ് 2 വേർഡ് ആരും എണ്ണി തിട്ടപ്പെടുത്തുന്നില്ല. മറിച്ച് നമ്മളൊന്ന് നോക്കിയിട്ട് ഏകദേശം കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം മാർക്ക് കിട്ടേണ്ടത് തന്നെയാണ്. ഓക്കെ, അപ്പം മറ്റൊരു വിഷയമായിരുന്നു പബ്ലിക് ലൈബ്രറി വിസിറ്റ് ചെയ്യാൻ പോയത്. ഓക്കെ, പിന്നെ സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് ആണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പൊ ഏകദേശം ഒരു 10-11 സെന്റൻസിൽ നമുക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് സെന്റൻസ് ഉപയോഗപ്പെടുത്തിയിട്ട് എഴുതുന്നതാണ്. ഓക്കെ, അപ്പൊ അവിടെ മാർക്ക് കിട്ടും. പിന്നെ അടുത്ത നമുക്ക് ഗ്രാമർ സെക്ഷൻ ആണ്. ഗ്രാമർ സെക്ഷനാണ് സെക്ഷൻ സിയിൽ വരുന്നത്.
നമുക്കറിയാം നമുക്ക് ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത ഗ്രാമർ പോർഷൻസ് ഉണ്ട്. അപ്പൊ ആ ഗ്രാമർ പോർഷൻസ് 10th ഉള്ളതുപോലെ തന്നെ അതിന്റെ കുറച്ച് അഡ്വാൻസ് ആയ ലെവലൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നാൽ ജുമത്തിൽ ഇബ്ദാല് വലിയ ഏലാലാണ്. എന്താണ് ഇബ്ദാലും എന്താണ് ഏലാലും എന്നുള്ളതാണ്. നമുക്കറിയാം ഇബ്ദാല് ഏലാല് എന്നാൽ ഫോർ എക്സാമ്പിൾ ഒരു ലെറ്ററിന്റെ പകരം വേറെ ലെറ്ററിനെ കൊണ്ടുവരാം. ഇബ്ദാൽ ഈസ് എ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ഈ ഒരു സംഗതിയിൽ കൊടുത്താൽ മതി. എനിക്ക് അതിന്റെ ഒരു കൃത്യമായിട്ട് 5 മാർക്കിന്റെ കൃത്യമായിട്ടുള്ള ഒരു മാർക്ക് കിട്ടാൻ ഈ പറയുന്ന സാധനം മതി. എന്താണ് ഡെഫിനേഷൻ എഴുതുക, പിന്നെ അതിൽ പറയുന്ന കോമൺ റൂൾ എന്താണ് എഴുതുക, ഒരു എക്സാമ്പിൾ എഴുതുക. ഇത് എഴുതുമ്പോഴത്തേനും അതിന്റെ ഒരു മാർക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇത് 5 മാർക്കിൻ്റെതാണ് എങ്കിൽ അതിന്റെ 2.5 മാർക്ക് 2.5 അതിൽ ഇബ്ദാലിനും 2.5 ഏലാലിനും പോകുമെന്നുള്ളതാണ്. അപ്പൊ ഈ പറയപ്പെട്ട രീതിയിൽ നമുക്ക് ഈ വിഷയത്തിന്റെ 3 രീതികളിൽ റെഡ് മാർക്കിൽ മാർക്ക് ചെയ്തിട്ടുള്ള 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എഴുതുമ്പോൾ നമുക്ക് അതിന്റെ ഒരു മാർക്ക് കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇബ്ദാലും ഏലാലും എന്താണ് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് ഇപ്പോൾ എക്സാമ്പിൾ വരുമ്പോൾ ഇസ്തബറ എന്ന് ഇസ്തബറ എന്ന വേർഡ് ആക്ച്വലി ഇസ്തബറ എന്നായി വരുന്നു എന്നുള്ളതാണ്. അപ്പൊ താന് ത്വാ ആക്കി മാറ്റുന്ന ഒരു ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ ഇതേ രീതിയിലുള്ള സാധനങ്ങൾക്കാണ് ഇബ്ദാൽ എന്ന് പറയുന്നത്. എന്നാൽ ഇഅ്ലാൽ എന്ന് പറഞ്ഞാൽ അലിഫ് ബാബ് യാ പോലെയുള്ള പിന്നെ വീക്ക് ലെറ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ അതിനെ ചേഞ്ച് ചെയ്ത് വരുന്ന രീതിയിലാണ് പിന്നെ അത് കളഞ്ഞു വരുന്നേക്കാം, ഷിഫ്റ്റ് ചെയ്ത് വന്നേക്കാം. അങ്ങനെയൊക്കെ അതിൽ വരുന്ന ചേഞ്ചസ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് ആക്ച്വലി ഇഅ്ലാൽ എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ എക്സാംസ് ഒക്കെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ ചെയ്താൽ നമുക്ക് ഈ പറയപ്പെട്ട സംഗതികൾ കൊടുത്താൽ ആൻസർ കിട്ടും. പിന്നെ നമുക്ക് പിന്നെ ജുമത്തിൽ നിദാഇയ വൊക്കേറ്റീവ് അല്ലെങ്കിൽ കോളിംഗ് സെന്റൻസ് എന്ന് പറയും. ഓ സ്റ്റുഡൻസ് എന്നൊക്കെ പറയില്ലേ, ഓ മുഹമ്മദ് അല്ലെങ്കിൽ ഓ സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ ഒരാളെ കോൾ ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന വേർഡ് യാ. അപ്പൊ ഇത് ചോദിക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ അതിന്റെ ഡെഫിനിഷൻ എഴുതണം. അപ്പൊ അതില് കോമ്പണൻസ് ചോദിക്കുന്ന സാധനമാണെങ്കിൽ കോമ്പണൻസ് കൊടുക്കണം. പിന്നെ കോമൺ റൂളും ഒരു എക്സാമ്പിളും. ഓക്കെ, ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും ഇതിന് കൃത്യമായ ആൻസർ നമ്മൾ എത്തും. അത്ര മതിയോ? ഓക്കെ, ഈ പറയപ്പെട്ട സാധനം കൊടുത്താൽ മതിയോ? അപ്പൊ ഇതില് കോമ്പണൻസ് പറയുമ്പോൾ ഹർഫൻ, ഇതിപ്പോ യാ മുഹമ്മദ് എന്ന ഇജ്ലിസ് എന്ന് പറയുന്ന സെന്റൻസിൽ യാ എന്നുള്ളത് ഹർഫൻ ഇതാ വിളിക്കാൻ ഉപയോഗിക്കുന്ന വേർഡ്. പിന്നെ അടുത്തത് ആരെയാണ് വിളിക്കുന്നത്, പേഴ്സൺ ബീങ് കോൾഡ് മുഹമ്മദ് ആണ്. പിന്നെ ജവാബ് നദ, വിളിച്ചിട്ട് എന്തിനാണ് പറയുന്നത്, ഒരാളെ വിളിച്ചിട്ട് എന്താണ് അയാൾക്ക് കൊടുക്കുന്ന കാര്യം എന്താണ്. ഇജ്ലിസ് ഇരിക്കുന്ന വേർഡാണ് ആക്ച്വലി അവിടെ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ, കമാൻഡ്. അപ്പൊ അതിനാണ് ജവാബ് നിദ. ഈ 3 സാധനങ്ങൾ എന്തായാലും ഒരു വൊക്കേറ്റീവ് സെന്റൻസിൽ വേണമെന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ ഒരു കോമൺ റൂൾ പറയുന്നുണ്ട്, അതെപ്പോഴും എന്തായിരിക്കും ലമ്മിന്റെ മബിനിയായിട്ടായിരിക്കും വരിക എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ റിലേറ്റീവ് പ്രൊനൗൺസ് ആണ് അൽ മസ്മ വൽ മൗസൂൽ, വലിയൊരു ഏരിയ ആണ്. അപ്പൊ ചോദിക്കുന്ന സമയത്ത് എന്താണ് ഇതിലും ഡെഫിനിഷൻ കൊടുക്കുക, പിന്നെ 2 ടൈപ്സ് കൊടുക്കുക, പിന്നെ എക്സാമ്പിൾ കൊടുക്കുക. ഓക്കെ, അപ്പൊ അത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഏകദേശം മാർക്ക് കിട്ടുമെന്നുള്ളതാണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ കോമൺ റിലേറ്റീവ് നോൺസ് ആയിട്ടുള്ള കുറച്ച് വേർഡുകളുണ്ട്, മാ മൻ ഐ എന്നൊക്കെ പറയുന്ന. അതുകൂടെ നമ്മൾ അവിടെ എക്സാമ്പിൾ വെച്ച് കൊടുത്ത് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു കോമൺ റോളും കൊടുക്കുമ്പോഴേക്കും നമുക്കത് എന്താക്കാൻ പറ്റും, ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് 6 ക്വസ്റ്റ്യൻ വരുന്ന ആക്ച്വലി ആൻസർ കുറെ ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. അതില് ഓപ്ഷൻസ് ഉണ്ട്, കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ കണ്ടെത്തുന്നതാണ്. അയ്യുമിനൽ കലിമത്ത് താലിയാത്ത് സഹദമുലിൽ ഇഷാറത്തി ഇല സമാൻ, സമാനിലേക്ക് ഇഷാറത്ത് ചെയ്തുകൊണ്ടുള്ള പിന്നെ എന്താണ് വേർഡ് ഏതാണെന്നുള്ളതാണ്. ഓക്കെ, അൽ ആനാണോ, ശരിയാണോ, ബഈദാണോ, കിതാബാണോ, ടൈമിനെ ബേസ് ചെയ്തിട്ടുള്ളത്. നമുക്കത് മീനിങ് അറിയണം. അൽ ആൻ എന്ന നൗവാണ്, ശരി എന്ന സ്പീഡ്, ബഈദ് ഫോർ, കിതാബ് ബുക്ക്. അപ്പൊ ഇതിൽ ഏതാണ് എന്നെ സൂചിപ്പിക്കുന്നത്? അൽ ആൻ എന്നല്ല അല്ലെ, ടൈമിന് നൗ എന്ന അർത്ഥത്തിൽ വരുന്നത്. ഇനി അടുത്തത് ക്വസ്റ്റ്യന് പിന്നെ കലിമത്തുൽ മുഅല്ലിം ഫിൽ ജുംലത്തി അൽഖൽ മുഅല്ലിമു അദ്ദർസ. ഓക്കെ, ദ ടീച്ചർ ഡെലിവേർഡ് ദ ക്ലാസ്. അപ്പൊ ടീച്ചർ ക്ലാസ് നടത്തി നടത്തും. അപ്പൊ അതിലുള്ള പിന്നെ മുഅല്ലിം എന്ന വേർഡ് ഈ സെന്റൻസിൽ എന്താണെന്നുള്ളതാണ്. അപ്പൊ നോക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്ത് സെന്റൻസ് ആണ് നോക്കാം, വേർബൽ ആണ് നോമിനലാണ് നോക്കണം. അപ്പൊ വേർബൽ സെന്റൻസ് ആണെങ്കിൽ അതിന് ഫസ്റ്റ് വേർഡ് എപ്പോഴും വേർബ് ആയിരിക്കും, സെക്കൻഡ് വേർഡ് ആയിട്ടുള്ളത് ഫായിൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇവിടെ അൽക ഫെയിലാണ്, അൽ മുഅല്ലിം ഫായിലായി മാറുന്നതാണ്. ഓക്കെ, അപ്പൊ ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുമെന്നുള്ളതാണ്. ഇനി അടുത്ത ജുംലത്തി സാഫർതു ഇല മക്ക. ഇതിൽ മക്ക എന്നുള്ള വേർഡ് എന്താണ്? നമുക്കറിയാം ഐ ട്രാവൽ ടു മക്ക. അപ്പൊ ഇല എന്ന ഹർഫുജറിന് ശേഷം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് മഫ്ഊലല്ല, മജ്റൂറാണ് ആക്ച്വലി. മജ്റൂറാണ് വരുന്നത്. ഇനി ഫിൽ ജുംലത്തി റഅയ്തുൽ ഫതാത അൽ ജമീല എന്നുള്ളതാണ്. അപ്പൊ
അപ്പൊ അതില് ജമീല എന്നുള്ള വേർഡ് എന്താണ്? ഞാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗേളിനെ കണ്ടു. ഐ സോ എ ബ്യൂട്ടിഫുൾ ഗേൾ. അപ്പൊ അതില് ജമീല എന്നുള്ളത് എന്താണ്? സിഫത്താണ്. ഒന്നും ബേസിക് ആയ സംഭവമാണ്, ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇനി കലിമത്തു അൻ ഫിൽ ജുംലത്തി യജിബു അല ത്വാലിബി അൻ യദ്റുസ ബിജിദ്ദിൻ. നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് ഏതൊരു വിദ്യാർത്ഥിക്കും നിർബന്ധ ഘടകമാണ്. അപ്പൊ ഇതിൽ അൻ എന്നുള്ളത് എന്ത് ഹർഫാണ്? ഹർഫുൻ നസ്ബാണ്, നവാസിബിൽ പെട്ടതായ വേർഡാണ് അൻ എന്നുള്ളത്. ജവാസിമായ വേർഡ് ഇൻലം നമ്മ പോലെയുള്ള അതേപോലെ നവാസിബിൽപ്പെട്ട പേരാണ് അൻ എന്നുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇഖ്തിൽ ജുംലത്തു സഹീഹത ലിഗവിയ്യൻ. ഭാഷാപരമായിട്ട് ശരിയായിട്ട് വരുന്ന സെന്റൻസ് ചൂസ് ചെയ്യാനാണ്. അപ്പൊ ഒന്നാമത്തെ ആൻസർ ആണ് കറക്റ്റ് ആയിട്ട് വരിക എന്നുള്ളതാണ്. ഉരീദു അൻ അദ്ഹബ ഇൽ ഹദീഖ. രണ്ടാമത്തേല് പ്രശ്നമുണ്ട്. അൽ ഹദീഖ് അദ്ഹബ അൽ ഹദീഖത്ത് പറ്റില്ല, ഇലൽ ഹദീഖത്ത് അദ്ഹബ ഇല വേണം. മൂന്നാമത്തേല് ഫിൽ ഹദീഖത്ത് അല്ല ഇൽ ഹദീഖയാണ്. ഉരീദു ഇല അദ്ഹബ അൽ ഹദീഖ സെന്റൻസിന്റെ സ്ട്രക്ചറേ മാറി. ഓക്കെ, മിസ്റ്റേക്കിലൊക്കെ അതാണ്. ഇനി അയ്യുമിനൽ അഫ്ആൽ താലി യൻതമി ഇല ബാബി ഇഫ്താൽ. ഇഫ്താല ബാബിലേക്ക് വരുന്ന വേർഡ് ഏതാണ്? ഇത്തഖദുണ്ട്, ഇഖ്തറബുണ്ട്, ഇഅ്തറഫുണ്ട്, ഇസ്തഗ്ഫറ. ഇസ്തഗ്ഫറ ഒരിക്കലും ആവില്ല, ഇസ്തഗ്ഫറായി മാറും. ഇത്തഖദയും ആവില്ല. ഓക്കെ, പിന്നെ അടുത്തത് ഇഅ്തറഫൻ. അറഫ എന്നതിന്റെ ഇഫ്താല ഫോമാണ് ഇഅ്തറഫ. ഓക്കെ, ഇഖ്തറബ പെടുന്നില്ല എന്ന് ചോദിക്കുന്നത്. അപ്പം നോർമലി ഇഖ്തറബ എന്ന രീതിയിലേക്ക് ആക്കാതെ ഇഅ്തറഫ എന്ന ഒരു ഫോമിലേക്കുള്ള രൂപമാണ് നമുക്ക് ഇതിൽ ഇഫ്താലത്തിൽ കാണുന്നത്. അതുപോലെ ഇഖ്തർ ഇസ്മഫായിൽ കലിമത്തി അല്ലമ എന്നതിന്റെ ഇസ്മഫായിലാണ്. അല്ലമ യുഅല്ലിമു തഅലീം എന്നാണ്. ഓക്കെ, അപ്പൊ ഇസ്മഫായില ചോദിച്ചില്ല അല്ലെ. തഅലീമാണ് മസ്തർ, ഇസ്മഫായില് മുഅല്ലിമാണ്. ഓക്കെ, അല്ലമ പഠിപ്പിച്ചു, പഠിപ്പിക്കുന്ന ആള് മുഅല്ലിം, ആ രീതിയിൽ. അടുത്ത മാക്കാന വസ്തുൽ ഫീലി ഹർഫിലത്തിന് യുസമ്മ. ഇപ്പം സെന്ററിലെ ലെറ്റർ ഹർഫിലത്തായിട്ടുള്ള വീടിന് എന്താ പറയാ? ഫീലിന് എന്താ പറയാ? അജ്വഫ് എന്ന് പറയും. ഫസ്റ്റ് ലെറ്റർ ആകുന്നതിന് മിസാല്, ലാസ്റ്റ് ലെറ്റർ നാഖിസ് എന്ന് പറയും. ഓക്കെ, അടുത്തത് നാമത്തിഫുലു ഫിസ്സരീർ. അസുലുൽ കലിമത്തി നാമ. നാമ എന്ന വീടിന്റെ അസുൽ എന്താണ്? നൗം എന്നാണ്. ക്ലിയർ? നായമല്ല, നാമിയല്ല, എന്നുമല്ല, നൗം എന്നാണ്. മസ്തർ എന്നാണ്, മസ്തർ അത് വെച്ചിട്ടുള്ളത്. അപ്പം നൗം എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് പിന്നെ ഒരു പാസേജ് തരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ആൻസർ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എന്ത് ചെയ്യാം? ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ചാപ്റ്റർ എന്നാണ്. അപ്പം മായറാബ് കലിമത്ത് അൽ ബൈത്ത് ഗ്രാമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അൽ ബൈത്ത് എന്ന വേർഡിന്റെ ഇറാബ് എന്താണ്? ഫിൽ ജുംലത്തി ഇതിൽ കാണുന്ന രീതിയിലുള്ള സെന്റൻസിന്റെ എന്താണ്? ബൈത്ത് എന്ന വേർഡിന്റെ ഗ്രാമാറ്റിക്കലി ഉള്ള ക്വസ്റ്റ്യൻ എന്താണ്? എന്താണെന്നുള്ളതാണ്. മാനവൽ ജുംലത്തി ഫഖാല ലഹാ റുബൈദ എന്ന് പറയുന്ന സെന്റൻസിന്റെ ടൈപ്പ് എന്താണ്? ജുംല ഫീലിയൻ. ഫഖാല സ്റ്റാർട്ട് ചെയ്യുന്നത് വേർബലാണ്, നോർമലാണ്? വേർബലാണ്, അതുകൊണ്ട് ഫഖാല ജുംലത്ത് ഫീലിയ. അടുത്ത മാനവൽ ഫീൽ. ഇസ്തഖല എന്ന ഫീൽ എന്ത് ടൈപ്പ് ഓഫ് ഫീലാണ്? ഫീൽ മാദിയാണ്, ഇസ്തഖിലു മുദാരിയാണ്. ഓക്കെ, അടുത്തത് അയ്യുമൽ കലിമൽ താലിയ തുഅതബറു സിഫത്തൻ ഫിൽ ജുംലത്തി ഇലാ റിസ്ഖി വാസിഅൻ കസീർ എന്നതില് സിഫത്തായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഏത് വേർഡാണെന്നുള്ളത്? വാസിയാണ്. ഓക്കെ, വാസി ഫസ്റ്റ് സിഫത്തിനെയാണ് ശരിക്കും മെയിൻ സിഫത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്താ ചെയ്യുന്നത്? വാസി എന്ന് ഉപയോഗിക്കുന്നത്. അടുത്ത മാ നൗഉൽ ഫീലി ഫീ സഅലത്നി ഫിൽ ജുംലത്തി സഅലത്നി അൽ മർഅ എന്ന സെന്റൻസിൽ സഅലത്നി എന്നുള്ളത് എന്താണ്? ഫീൽ മാദിയാണ്. ഓക്കെ, അടുത്ത സെക്ഷൻ ഡിയിലേക്ക് പോവാണ്. നോമ്പൊക്കെ ആയതുകൊണ്ട് നല്ല ക്ഷീണത്തിലുണ്ട്. നാളെ എക്സാം ആയതുകൊണ്ട് മാത്രമേ ഇന്ന് ക്ലാസ്സിൽ കിട്ടൊന്നും വിചാരിക്കരുത്. അപ്പം ഇത്തിരി ക്ഷീണത്തോടെ യാത്ര കഴിഞ്ഞ് വരുന്ന ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, എന്നാലും നമ്മളെ വീഡിയോ എടുക്കുന്ന സമയത്ത് പിന്നെ ഉള്ള ഒരു ഹെൽത്ത് പ്രയാസമുണ്ട്. എന്നാൽ പോലും നാളെ എക്സാം ആണല്ലോ, നിങ്ങൾക്ക് വല്ലവർക്കും ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് മാത്രം നമ്മൾ വീഡിയോ അയക്കുകയാണ്. എന്തായാലും നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നമുക്ക് 3 പാസേജ് ഉണ്ട്. ആ പാസേജിന്റെ ട്രാൻസ്ലേറ്റ്, ഇനി 2 പാസേജ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുള്ളൂ. വളരെ എനിക്ക് 10th ക്വസ്റ്റ്യൻസിലൊക്കെ ഒരു 6 or 4 ലൈൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. 6 or ഇപ്രാവശ്യത്തിലൊക്കെ എനിക്ക് 4 or 5 ഒക്കെ ഉള്ളു. അപ്പൊ ഇതിൽ കുറച്ച് കൂടുതലുണ്ട്. മാർക്ക് പക്ഷെ സെയിം തന്നെയാണ്, 5 മാർക്ക് എന്ന് വരുന്നതാണ്. നമുക്കിത് ഏത് പാരഗ്രാഫ് എടുത്ത് ഏത് ചാപ്റ്റർ എടുത്ത് നോക്കാം. 18 ചാപ്റ്ററാണ് മിക്കാലത്ത് ശാശാശക്ക എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒരു ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററും ഫസ്റ്റ് ഭാഗത്ത് നിന്നാണ് ട്രാൻസ്ലേഷൻ ചോദിക്കുന്നത് കേട്ടോ. ഇനി സെക്കൻഡ് ഭാഗം അതും ആ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഭാഗത്ത് നിന്നാണ്. ഏത് ചാപ്റ്റർ നോക്കാം നമുക്ക്. ഉസ്താദ് അബ്ദുല്ലാഹി ഫിസിയാർത്തിൻ ഒരു വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സംഗതി പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ചാപ്റ്റർ 6 ആണ്, അതാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്തത്
തേർഡ് വൺ ആദാമഹദു ജി. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഭാഗത്തുള്ള ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അത് ഷോക്കിയോ ഹയർ സെക്കൻഡറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലാംഗ്വേജസ് എന്ന് പറയുന്ന ഒരു 88 ചാപ്റ്റർ ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമാണത്. ഓക്കെ, ഇനി അടുത്തത് സാധാരണ CBSE 10th ബോർഡ് എക്സാമിൽ ഈ 3 ക്ലാസ്സിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷെ ഇവിടെ അതല്ല ചെയ്യുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു സെന്റൻസിന് റീറൈറ്റ് എനി വൺ പാസേജ് ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 8 വിത്ത് ഫുൾ വവൽ സൈൻ. അപ്പൊ അതിലെന്ന് വെച്ചാൽ അതിലൊന്നും ഹർക്കത്ത് കൊടുത്തിട്ടില്ല. കഴിഞ്ഞ 3 പാരാഗ്രാഫ് ഹർക്കത്ത് ഇല്ലാതെ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹർക്കത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ഹർക്കത്ത് ഇട്ട് കൊടുക്കണം. അപ്പൊ ഞാൻ ഇവിടെ ഒരു പാരാഗ്രാഫ് ഹർക്കത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് വിട്ടുകൊടുത്താൽ എൻ്റെ കറക്റ്റ് മാർക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ ഹർക്കത്ത് ഇടാത്തതൊക്കെ എന്ത് ചെയ്യാം? ഹർക്കത്ത് ഇട്ട് പഠിക്കാനുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് ഇനി നമുക്ക് അടുത്തത് ഒരു പാസേജ് തരുന്നുണ്ട്. ചാപ്റ്ററിലുള്ള ഒരു പാസേജാണ്. അതിനെ വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അതിൽ ഏതെങ്കിലും 5 ആൻസർ ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ സെന്റൻസ് ആക്കിയിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കും. +2 കിട്ടിയുണ്ട്. സിംഗിൾ വേ എടുക്കരുത്. അതിന്റെ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? പറയാറുള്ള പോലെ ക്വസ്റ്റ്യൻ വേർഡ് ഫസ്റ്റ് ഉണ്ടാവും, അത് മാറ്റി വെച്ച് ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ സിംഗൽ ഉണ്ടാവും, അപ്പൊ അത് മാറ്റി വെച്ച് റിമൈനിങ് പാർട്ട് ആദ്യം എടുത്ത് എഴുതുക, പിന്നെ ആൻസർ കൊടുക്കാം. നിങ്ങൾക്ക് ആൻസർ കിട്ടും. മത്തായി യഖ്റുജു റഷീദും ഹമീദുൻ മിനൽ മൻസിലി കുല്ലി യൗമിൻ. എപ്പോഴാ പുറപ്പെടുക വീട്ടിൽ നിന്ന് രണ്ടുപേരും? റഷീദുൻ വഹമീദുൻ സദീഖാനി യസ്കൂനു റഷീദുൻ വഹമീദുൻ ഫി ഹയ്യിൻ വാഹിദിൻ യഖ്റുജു റഷീദുൻ വഹമീദുൻ മിനൽ മൻസിലി കുല്ല യൗമിൻ ഫി التاسعة صباحا كل ഓക്കെ അല്ലേ? മക്തബത്തിഹി. അപ്പൊ അവിടെ എന്താണ് മനസ്സിലാണ്ട്? ഞാൻ 9 മണിക്കാണ് പോവാന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതേ രീതിയിൽ ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റിന്റെ ആൻസർ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളത് അതിലേക്ക് ഇറങ്ങുമ്പോ കിട്ടും. ഇനി അടുത്തത് ഞാൻ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ ക്വസ്റ്റ്യൻ മാർക്ക് മാറ്റുക, റിമൈനിങ് പാർട്ട് എടുത്ത് എഴുതുക, ക്വസ്റ്റ്യൻ സിമ്പിൾ മാറ്റുക, പിന്നെ ബാക്കിയുള്ള ആൻസേഴ്സിന് എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ആൻസേഴ്സ് കിട്ടും. ഇവിടെ കൊടുത്തിട്ടുണ്ട്, സമയം കളയുന്നില്ല. അടുത്ത പാസേജ് വന്നിട്ട് 7 ആണ്. അൽ ഹബ്ബു അൽ മുഗഫൽ എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആൻസർ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇനി എക്സ്പ്ലെയിൻ 4 ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് ആണ്. 1, 2, 3, 4, 5, 6 ലൈൻസ് ഉണ്ട്. ഇനി 4 എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും 4 ചെയ്യുന്നുള്ളതാണ്. ഇനി 4 ചെയ്യാം. 4 ചെയ്യുന്ന വേർഡ് ഏത് ലൈൻ എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ ഇത് ഏത് പോയം വന്നാലും ചെയ്യേണ്ടത് എന്തെന്നുള്ളതാണ്. അപ്പൊ അതിൽ ഇൻട്രൊഡക്ഷൻ വേണം. അപ്പൊ ഇൻട്രൊഡക്ഷനിൽ പോയമും പോയറ്റും ആരാണെന്ന് കൊടുക്കണം. ആരാണ് എഴുതിയിട്ടുള്ളത്, ആരാണ് പോയറ്റ് എന്നുള്ളത്. ഇനി വരുന്ന 4 മാർക്സ് ആക്ച്വലി ലൈൻ ബൈ ലൈൻ ട്രാൻസ്ലേഷൻ ആണ്. പിന്നെ എക്സ്പ്ലനേഷൻ ഒക്കെ ആക്ച്വലി ഓക്കെ. യെസ്, പിന്നെ അഡീഷണൽ ആയിട്ടുള്ള കാര്യം വേണം ചേർക്കാൻ. കൺക്ലൂഷൻസ് റൈമിംഗ് സ്കീം ഒക്കെ എന്താണെന്നുള്ള ചേർക്കത്തേ ഉള്ളൂ. ഇനി ഇതാണ് ഇൻട്രൊഡക്ഷൻ. ദീസ് ലൈൻസ് ആർ ടേക്കൺ ഫ്രം ദി പോയം ഡാഷ്. ഇന്ന പോയത്തിന് എടുത്തതാണ് ഈ ലൈൻസ്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ ദി പോയറ്റ് ഡാഷ്. ഇത് എഴുതിയിട്ടുള്ളത് ഇന്നാണ്. In this poem, the poem describes the transition. This is simple ആയിട്ടുള്ള 2-3 sentences here ഒന്ന് കൊടുക്കുക. ദെൻ ലൈൻ ബൈ ലൈൻ ട്രാൻസ്ലേഷൻ ആണ്. അപ്പൊ ലൈൻ ബൈ ലൈൻ അറബിക് ലൈൻ എഴുതണം, അതിന്റെ ട്രാൻസ്ലേഷൻ പിന്നെ മീനിങ് കൊടുക്കണം കേട്ടോ. അടുത്തത് പിന്നെ സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബിയിലും 1, 2, 3, 4, 5, 6 ലൈൻസ് ഉണ്ട്. ഓക്കെ, 6 ലൈൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും 4 കൊടുത്താൽ മതി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് ചോദിച്ചിട്ടുള്ളത് ഗാന്ധിയെ കുറിച്ച് ചാപ്റ്ററാണ്. അഹമ്മദ് ഷൗക്കിയാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ എന്താണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന പോയിന്റ് എന്താണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് 13th ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നന്നായിട്ട് വായിക്കുക, എന്നിട്ട് അതിന്റെ ബേസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെന്ത് ചെയ്യാം? അത് ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻ നോക്കിയിട്ട് കറക്റ്റ് ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്നാമത് മസ്മു ഷായർ അല്ലതി കതബ ഹാദിൽ നബി. ഈ പോയം എഴുതിയിട്ടുള്ള പോയറ്റ് ഹഹരാണ്, ഹാഫിദ് ഇബ്രാഹിമാണ്. അപ്പൊ അതേപോലത്തെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സിമ്പിൾ ആയിട്ട് എന്ത് ആൻസർ ചെയ്താൽ കിട്ടുമെന്നുള്ളതാണ്.
ഓക്കെ, അതോടുകൂടെ നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുമെന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും ഭാഗങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, അസ്സലാമു അലൈക്കും.